ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ. ചെറിയൊരു മഞ്ഞും അതേപോലെ തണുപ്പുള്ള ഒരു രാവിലെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ട് കേട്ടോ. നേരം വെളുക്കാൻ കുറച്ച് സമയം പിടിക്കുമല്ലോ ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇതാ ഞാൻ ഒരു 6 മണിക്കൊക്കെ ശേഷമാണ് കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വേഗം തന്നെ ചായ കാച്ചിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ദോശയാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കടിയിലേക്കുള്ള ദോശമാവൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനിടയിൽ ഇതാ ഞാൻ അടുപ്പൊക്കെ തീയൊന്ന് നല്ലപോലെ കത്തിച്ചെടുത്തിട്ട് നമ്മളൊക്കെ കഴുകിയിട്ടുള്ള ആ ഒരു ദോശക്കല്ലുണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഭയങ്കര ഒരു ഉറക്ക ക്ഷീണം, ഉറക്കിൻ്റെ ഇടയിൽ കൂടി എണീറ്റ് പോരണ്ടേ എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു വേവലാതിയൊക്കെ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റിട്ടില്ലെങ്കിൽ രാവിലത്തെ കാര്യം കട്ടപ്പോകയായിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക, മടിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് വേഗം വന്നിട്ട് ഇതാ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ ദോശ ആയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കല്ലിൽ ഞാൻ എണ്ണ തേക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഓയിൽ തേച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ട് ഈ ഒരു കല്ലിനെ അങ്ങോട്ട് മയക്കിയെടുത്തു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഇതാ ഒരു ബാറ്ററും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അത് അടച്ച് വെച്ചിട്ട് അവിടുന്ന് കുക്കാക്കി എടുക്കുകയാണേ. ദോശ ചുടുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ആ ചുടുന്ന സമയത്ത് അങ്ങനെ കഴിച്ചു പോയതാണ്. അങ്ങനെ ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മുറ്റത്തേക്ക് വന്നിട്ട് മുറ്റത്ത് അത്യാവശ്യം നല്ല പോലെ ചമ്മലുണ്ട്. അപ്പോൾ ആ ചമ്മലൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുന്നത്. അടുക്കളേൻ്റെ ആ ഏരിയ ഞാൻ ദോശ ചുടുന്ന സമയത്ത് ഗ്യാപ്പ് കിട്ടിയപ്പോൾ അടിച്ചാരി എടുത്തിട്ടുണ്ട്. ഈ ഒരു മുൻവശത്തുള്ളതാണ് പിന്നെ നമ്മൾ അങ്ങനെ അടിച്ചാരാൻ നിന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മളിവിടെ അടിച്ചാരി കഴിയുമ്പോഴേക്കും ദോശ കരിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അടുക്കള ഭാഗം നമുക്ക് എടുത്തായതുകൊണ്ട് ഞാൻ വേഗം അങ്ങനെ ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞിതാ ഈ ഒരു ഭാഗവും കൂടി ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുറ്റടിച്ചാരലും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി നോക്കണേ. അല്ല, നോമ്പൊക്കെയാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോമ്പിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയോ? നെഞ്ചുളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ? എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടി കേട്ടോ. ആദ്യം നമ്മൾ നമ്മളെ മനസ്സിനെ മാറ്റിയെടുക്കണം കേട്ടോ. നമ്മളെ മനസ്സ് നന്നായാലേ നമ്മളെ വീടും നന്നാവുള്ളൂ എന്നാണ് കേട്ടോ പറയാറുള്ളത്. എത്രത്തോളം നമ്മൾ നമ്മളെ നന്നാക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മളെ വീടും നന്നാവും എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാക്സിമം ആദ്യം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നനച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അള്ളാ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വയ്യ വരും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ തലേന്ന് കുറച്ച് ചക്കപ്പായം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ചക്കപ്പായം കുറച്ച് പറഞ്ഞാൽ 2 അപ്പോൾ അത് ഞാൻ അരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പഴുത്ത് കിട്ടും കേട്ടോ. അങ്ങനെ അരിയിൽ നിന്ന് എടുത്ത് നോക്കിയപ്പം നല്ലപോലെ പഴുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നെങ്ങണമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അരി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അങ്ങനെ അതെടുത്ത് മാറ്റിയതിന് ശേഷം ഇതാ അരി നന്നായിട്ട് കേക്ക് എടുത്തിട്ട് നമ്മൾ അടുപ്പത്തിട്ട് കൊടുക്കുന്നുണ്ട്. ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ വെള്ളം വെച്ച് കൊടുത്തു കേട്ടോ ചെമ്പിൽ. എന്നിട്ട് അത് വേഗം നമ്മൾ അടിച്ചാരലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു പുറത്തുള്ള പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ചോറിൻ്റെ വെള്ളം തിളക്കും കേട്ടോ. അതിനിടയിൽ ഞാൻ അകൊന്ന് അടിച്ചാരി തുടച്ച് വിട്ടു കേട്ടോ. ഒന്നാമത് ഞാൻ എൻ്റെ മടിയും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കൽ എങ്ങനെയെന്നറിയോ? ഞാനിപ്പോൾ ഇന്ന് അങ്ങനെ ചടഞ്ഞു കൂടിയിട്ട് ഒരു പണി എടുക്കാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ വിചാരിക്കും ആരെങ്കിലും ഒന്ന് വരാൻ മതി. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം പണികൾ തീർക്കും കേട്ടോ. അതേപോലെ പെട്ടെന്ന് പണി തീർക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞേ. നമുക്ക് നമ്മളെ മുന്നിൽ ആകെ 30 മിനിറ്റേ ഉള്ളൂ. ആ ഒരു 30 മിനിറ്റ് മതി നമുക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മളെ പണി തീർക്കാൻ. കാരണം നമ്മൾ വിചാരിക്കണം, നമ്മളെ മൈൻഡിലേക്ക് നമ്മൾ ആ ഒരു കാര്യം സെറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ടിപ്പൊന്ന് ഫോളോ ചെയ്ത് വെക്കണം. ഇനി പോട്ടെ, 1 മണിക്കൂർ ഇപ്പോൾ 10 to 11 ഉള്ളിൽ എൻ്റെ പണികൾ തീർക്കണം എന്ന് വിചാരിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് തീർക്കാം.
നമ്മൾ ചെയ്യുന്ന ഓരോ എന്താ പറയുക ജോലികൾക്കിടയിലും നമ്മൾ പല ജോലികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ ജോലികളൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാം കേട്ടോ. കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ കർമൂസ തലേന്ന് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ കട്ട് ചെയ്തങ്ങണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിലിട്ടിട്ട് കാന്താരി മുളകും ഉപ്പും ഇട്ടിട്ട് അതൊന്ന് വേവിച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ കുറച്ച് ക്യാരറ്റ് ഉണ്ട് കേട്ടോ. ആകെ കിടരാനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചിട്ട് ഇതാ അതിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കർമൂസൻ്റെ താളിപ്പും അതേപോലെ ക്യാരറ്റിൻ്റെ ഉപ്പേരിയുണ്ട്. മീൻ ഞാൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതൊക്കെ നേരത്തെ സെറ്റ് ചെയ്യും. ചിലപ്പോൾ ഞാൻ തലേന്ന് വൈകുന്നേരം ഒക്കെ ഒന്ന് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പം ചില ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമ്മളെ പണികൾ പിറ്റേന്നേക്ക് നേരത്തെ കഴിയും കേട്ടോ. ഇപ്പം മീനൊക്കെ ആണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മസാലയൊക്കെ തേച്ചിട്ട് വെക്കുകയാണെങ്കിൽ നാളത്തേക്ക് നമുക്ക് ഈസിയാവും. അതേപോലെ ഇതുപോലത്തെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് ഒരു കണ്ടെയ്നറിലിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ഈസിയാവും കേട്ടോ. പിന്നെ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ റെഡിയാക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഞാൻ അങ്ങനെ റെഡിയാക്കല്ല, എപ്പോഴെങ്കിലും വല്ലപ്പോഴും മാത്രം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കർമൂസ ഒന്ന് വറവിട്ടെടുക്കണേ. അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളിയും പിന്നെ ചുവന്നുള്ളി ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില വീട്ടമ്മമാർക്ക് ഇതൊക്കെ ഹെൽപ്ഫുള്ളാവട്ടെ. ഇനിയിപ്പോൾ മക്കളുള്ള അമ്മമാർക്കായാലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന അമ്മമാർക്കായാലും ഒക്കെ ഹെൽപ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എനിക്ക് കമൻറ്റ് അറിയിക്കണം കേട്ടോ. അതുപോലെ കുറേ ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട്. പ്ലീസ് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കേ. അങ്ങനെ ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളും അതുപോലെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറവിട്ടെടുത്തു കേട്ടോ. അപ്പോഴേക്കും കർമൂസയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അത് നല്ലപോലെ മിക്സാക്കിയിട്ട് മാറ്റി വെച്ചേ. അതിന് ശേഷം ഇതാ നമ്മൾ അതേ പാനിൽ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില തോനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കറിവേപ്പിലയൊക്കെ തോനെ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും. കൂടെ തന്നെ നമ്മൾ ഈ ചട്ടിയിൽ നിന്നൊക്കെ ഈ മീൻ പൊരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മറിച്ചിടുമ്പോൾ കിട്ടാതാവുമല്ലോ, മീൻസ് അടി പിടിക്കുമല്ലോ. അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ടിട്ട് നമ്മളങ്ങനെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഓരോന്നായിട്ട് മീൻ ഒരു ഭാഗം വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ. മീൻ പൊരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചയത്തെ ഫുഡ് ആയിക്കോട്ടോ. മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അത് ഉച്ചയ്ക്കുള്ള ഫുഡ് ആയിക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കും അതിനൊക്കെയുള്ള ചോറ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റിൻ്റെ ഉപ്പേരും പിന്നെ കർമൂസ താളിപ്പ് കേട്ടോ. കർമൂസ എനിക്ക് തേങ്ങ അരക്കണേക്കാട്ടിലും ഇഷ്ടം താളിപ്പ് വെക്കാനാണ് കേട്ടോ. അങ്ങനെ മീൻ പൊരിച്ച ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കർമൂസ താളിപ്പും പിന്നെ നമ്മളെ ക്യാരറ്റിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.